സഹോദരന്മാരെ, അല്ലാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മനുഷ്യ ശരീരം തന്നെ മതി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു ഉണ്ട് എന്നറിയിക്കുന്ന ഉപകരണങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലും ഭാഷയിലും അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يتفكرون إن في خلق السماوات والأرض തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. രാപകലുകൾ മാറി മറഞ്ഞു വരുന്നതിലുണ്ട്. ലോകത്തിനോടും ആരും അവകാശപ്പെട്ടിട്ടില്ല ഞാനാ രാത്രി ഉണ്ടാക്കുന്നത്, ഞാനാ പകലുണ്ടാക്കുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? പറയും അല്ലാഹ്. والفلك التي تجري في البحر بما ينفع الناس മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന സാധനങ്ങളും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു നീങ്ങുന്ന കപ്പൽ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കപ്പലാണ് അറേബ്യൻ സീ. ആ കപ്പലിൽ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മിരിക്കോ ദ്വീപിൽ യാത്ര ചെയ്തു. ഞങ്ങളും ഖലീഫായൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഖലീഫായി ആണെങ്കിൽ കപ്പിത്താനടുത്ത് പോയിട്ട് ഇത് എങ്ങനെയാ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്? ഏകദേശം 12 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, നമ്മളിങ്ങനെ കാറ്റിന്റെ ഗതിവിഗതികൾ അനുകൂലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ആകാശത്തിൽ ഇരിക്കുന്നവരാണ് എത്തിക്കേണ്ടത്. അല്ലാഹു കാറ്റിനെ നിശ്ചലമാക്കുകയാണ് എങ്കിൽ കപ്പല് സമുദ്രത്തിന്റെ മീതെ അങ്ങനെ തന്നെ നിന്നുപോകും. ഖുർആൻ പറയുന്നതാണ്. നിങ്ങൾ ന്യൂസിലാൻഡിൽ പോയി. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ 2 ഐലൻഡുകളാണ്, നോർത്ത് ഐലൻഡ്, സൗത്ത് ഐലൻഡ്. നോർത്ത് ഐലൻഡിലാണ് ഓക്ലൻഡ്, ഹാമിൽട്ടൺ, വെല്ലിംഗ്ടൺ. സൗത്ത് ഐലൻഡിലാണ് ക്രൈസ്റ്റ്ചർച്ച്, ഡെനിഡൺ. ഇങ്ങനെയുള്ള ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. നമ്മുടെ ജമാഅത്തിൽ പോയതാണ് അൽഹംദുലില്ലാ 4 മാസം. ഓക്ലൻഡിൽ നമ്മൾ 40 ദിവസം പ്രവർത്തിച്ചിട്ട് അടുത്ത 40 ദിവസം പ്രവർത്തിക്കാൻ വേണ്ടി സൗത്ത് ഐലൻഡിലാണ് പോയത്. ക്രൈസ്റ്റ്ചർച്ച്, ഡെനിഡൺ, ഇൻവർഗാർഗിൽ. ഇൻവർഗാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കഅബ ഭൂമിയുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ കഅബയിൽ നിന്ന് ഏറ്റവും വിദൂരത്തുള്ള പള്ളി ഇൻവർഗാർഗിലെ പള്ളിയാണ്. ആ പള്ളിയിൽ അൽഹംദുലില്ലാ നമ്മൾ പോയപ്പോൾ അവിടെയും അൽഹംദുലില്ലാ ദീനിന്റെ ദഅവത്തിന്റെ തബ്ലീഗിന്റെ ഈ അമൽ നടക്കുന്നുണ്ട്. തഅലീമുണ്ട്, ഗസ്റ്റ് ഉണ്ട്, മുലാഖാത്തുണ്ട്. 3 ദിവസം ജമാഅത്ത് പോകുന്നുണ്ട്, 40 ദിവസം ജമാഅത്ത് പോകുന്നുണ്ട്. അവിടെ 4 മാസം പോയ ആൾക്കാരുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലേക്ക് പോയത് ഷിപ്പിലാണ്, കപ്പൽ. ആ കപ്പലിന്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും പ്രൈവറ്റായ വാഹനങ്ങളുണ്ട്. നമ്മുടെ അൽഹംദുലില്ലാ ജമാഅത്തിൽ 7 പേരുണ്ടായിരുന്നു. 11 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ള വാഹനം നമ്മൾ അവിടെ നിന്ന് വാടകയ്ക്ക് വാങ്ങും. ആ വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ പോകുന്നത്. മുകളിലാണെങ്കിൽ ഭയങ്കരമായ ഫെസിലിറ്റിയും സൗകര്യവും, നല്ല ഹോട്ടല്, നല്ല ബേക്കറി, ഒരു വലിയ വീട്ടിൽ ഇരിക്കുന്ന പ്രതീതിയാണ് ആ കപ്പലിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അത് സഞ്ചരിക്കുന്നു എന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള സൗകര്യം. നമുക്കറിയാം, ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴ്ന്നു പോകും. എന്നാൽ ഇത്രയും 10 കണക്കിന് ഭാരമുള്ള കപ്പൽ
ടൺ കണക്കിന് ഭാരം ചുമക്കുന്ന ഈ കപ്പൽ, ആ കപ്പൽ സമുദ്രത്തിന്റെ മീതെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി അല്ലാഹ്. വൽഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സാധനങ്ങളും വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു നീങ്ങുന്ന കപ്പൽ. وما أنزل الله من السماء من ماء. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്ന മഴ. وأحيا به الأرض بعد موتها. ആ മഴയിലൂടെ നിർജീവമായ ഭൂമി സജീവമാകുകയാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭൂമിയിൽ സംഭവിപ്പിക്കുന്നത്. ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ മഴയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَسْكَنَّاهُ فِي الْأَرْضِ وَإِنَّا عَلَى ذَهَابٍ بِهِ لَقَادِرُونَ. وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً. നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നു. فَأَسْكَنَّاهُ فِي الْأَرْضِ. ഭൂമിയുടെ ഉള്ളറകളിൽ നാമാണ് അതിനെ സ്വരൂപിച്ചു വെക്കുന്നത്. وَإِنَّا عَلَى ذَهَابٍ بِهِ لَقَادِرُونَ. ആ വെള്ളത്തൊക്കെ ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് പോക്കിക്കളയാൻ നമുക്ക് കഴിയും. മനുഷ്യൻ കുഴിക്കുമ്പോൾ കിണറാണെങ്കിലും കുഴൽ കിണറാണെങ്കിലും വെള്ളം കിട്ടുന്നു. ചില സ്ഥലത്ത് കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് ഭൂമിയിൽ അതിലൂടെ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. കുടിക്കാനുള്ള വെള്ളം, അതിൽ നിന്ന് തന്നെ ധാന്യങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഹാറൂൻ റഷീദ് ചക്രവർത്തി ദീനിയായ സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ടു. പ്രജകളിൽപ്പെട്ട ഒരാളോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഹാജരാക്കി. ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുമ്പിട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മഹാനായ ചക്രവർത്തി, അങ്ങ് വെള്ളം കുടിക്കാൻ വരട്ടെ, എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഹാറൂൻ റഷീദ് ചക്രവർത്തി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ ചോദിച്ചു, മഹാനായ ചക്രവർത്തി, ലോകത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ദാഹമുണ്ടായാൽ എത്ര വിലയായിരിക്കും നിങ്ങൾ അതിനു വേണ്ടി കൊടുക്കുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, പ്രവിശാലമായ ബാഗ്ദാദിന്റെ അധികാരമാണ് എനിക്കുള്ളത്. എനിക്ക് ദാഹം അനുഭവപ്പെട്ടു, ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എങ്കിൽ ബാഗ്ദാദിന്റെ പകുതി വിലയായി നൽകിക്കൊണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചെന്റെ ദാഹം ഞാൻ ശമിപ്പിക്കും. വീണ്ടും സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ ചോദിച്ചു, മഹാനായ ചക്രവർത്തി, നിങ്ങളുടെ ഉള്ളിലേക്ക് പോയ ആ വെള്ളം മൂത്രമായി പുറത്തേക്ക് നിർഗളിക്കുന്നില്ല. അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ലോകത്ത് ഒരു ഡോക്ടറെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എത്ര വിലയായിരിക്കും ആ ഡോക്ടർക്ക് ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, ബാഗ്ദാദിന്റെ അടുത്ത പകുതി വിലയായി കൊടുത്തുകൊണ്ട് ഞാൻ ചികിത്സിച്ച് ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കും. സുലൈമാൻ ബിൻ ഹർബ് എന്ന പണ്ഡിതൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തി, മഹാനായ ചക്രവർത്തി, ഒരു ഗ്ലാസ് വെള്ളവും ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കലുമാണ്. മൂത്രമൊഴിക്കലും നിങ്ങളുടെ ഭവിശാലമായ ബാഗ്ദാദിന് അതിന് വിലയാകുമെങ്കിൽ ദിനം പ്രതി എത്രയോ ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്, എത്രയോ പ്രാവശ്യം മൂത്രമൊഴിക്കുന്നുണ്ട്. ഇത് പടച്ചവന്റെ അനുഗ്രഹമല്ലേ? وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً لَكُمْ مِنْهُ شَرَابٌ وَمِنْهُ شَجَرٌ وَفِيهِ تُسِيمُونَ. സൂറത്ത് നഹൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ വല്ലാതെ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിയുമെങ്കിൽ സൂറത്ത് നഹൽ പഠിക്കുകയും, ആ സൂറത്തിന്റെ മറ്റൊരു പേര് സൂറത്ത് നിഅം എന്നാണ്, അനുഗ്രഹങ്ങളെ വിശദീകരിക്കുന്ന സൂറത്ത്. വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്ന് പറയുന്ന ആയത്തും അതിൽ അടങ്ങിയിരിക്കുന്നത്.
ദീനിയും ദുന്യവിയുമായ ധാരാളം അനുഗ്രഹങ്ങളെ അല്ലാഹു വിശദീകരിക്കുന്നു. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ലകും മിൻഹു ശറാബുൻ വമിൻഹു സജറുൻ വഫീഹി തുസീമൂൻ. ഹുവല്ലദീ അല്ലാഹ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അൻസല മിനസ് സമാഇ മാഅൻ ലകും, നിങ്ങൾക്ക് വേണ്ടി അവനാണ് ആകാശത്തിൽ നിന്ന് മഴയെ ചൊരിച്ചു തരുന്നവൻ. മിൻഹു ശറാബുൻ, ആ മഴവെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിനീരുണ്ട്. വമിൻഹു സജറുൻ, ആ മഴവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത്. വഫീഹി തുസീമൂൻ, ആ സസ്യങ്ങളെയാണ് നിങ്ങളുടെ നാൽക്കാലികൾ മേയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ശേഷം സൂറത്തുൽ ബഖറയിൽ فَبَثَّ فِيهَا مِن كُلِّ دَابَّةٍ, ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചിരിക്കുന്ന ജന്തുക്കൾ, മനുഷ്യേതര ജന്തുക്കൾ എത്രയോ ഉണ്ട്. മനുഷ്യർ, എല്ലാ ജീവികളും. കാറ്റിങ്ങനെ മാറി തിരിഞ്ഞു വരികയാണ്. ആകാശഭൂമികളുടെ ഇടയിൽ നിയന്ത്രിച്ചു നിർത്തപ്പെടുന്ന മേഘത്തിലുമുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ജനസമൂഹത്തിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെ കുറിച്ച് നാം എടുത്ത് ചിന്തിക്കുകയാണ് എങ്കിൽ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ മഹത്വവും അവന്റെ ഏകത്വവും സ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശമാണ് തഫക്കറൂ ഫീ ആലാഇല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുകയും ഇത്രയും ബൃഹത്തായ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു എത്രയോ മഹോന്നതനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളറകളിൽ സ്ഥാപിക്കപ്പെടും. വലാ തഫക്കറൂ ഫില്ലാഹ്, അല്ലാഹ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട ഒരാളെ ജാഹിലിയ്യത്തിന്റെ ഒരു നേതാവിന്റെ അടുക്കലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദൂതനായ സഹാബി ആ ജാഹിലിയ്യത്തിന്റെ നേതാവിന്റെ അടുക്കൽ വന്നിട്ട് ആദ്യമായി തൗഹീദിനെയാണ്, അല്ലാഹുവിന്റെ ഏകത്വത്തെയാണ് സമർപ്പിച്ചത്. ആ ജാഹിലിയ്യത്തിന്റെ നേതാവാണെങ്കിൽ കൊളാസ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഐസ്, നിങ്ങളുടെ അല്ലാഹ് എന്തുകൊണ്ടുള്ള അല്ലാഹയാണ്? അമിനൽ ഹദീദി അം മിൻ നുഹാസിൻ അം മിനൽ ഫിദ്ദതി അം മിനൽ ദഹബി, നിങ്ങളുടെ അല്ലാഹ് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ, ചെമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ, വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ, സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ? ആ സഹാബിക്ക് മനസ്സിലായിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ മടങ്ങിയെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് രണ്ടാം വട്ടവും ആ ജാഹിലിയ്യത്തിന്റെ നേതാവിന്റെ അടുക്കലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചു. ആ സഹാബി രണ്ടാം വട്ടവും വന്നിട്ട് ആദ്യമായി അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് ആ ജാഹിലിയ്യത്തിന്റെ നേതാവിനോട് പറയുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. ഐസ് അം മിനൽ ഹദീദി അം മിനൻ നുഹാസി അം മിനൽ ഫിദ്ദതി അം മിനൽ ദഹബി. നബി തങ്ങളുടെ അടുക്കൽ സഹാബി രണ്ടാം വട്ടവും ആവലാതിയുമായി എത്തി. നബി തങ്ങൾ വീണ്ടും അയച്ചു. മൂന്നാം വട്ടവും ആ ജാഹിലിയ്യത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്ന് സഹാബി നബി തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദഅവത്ത് ചെയ്ത ആ ജാഹിലിയ്യത്തിന്റെ നേതാവിനെ ഒരു ഇടുത്തി വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിനെ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ അവതരിപ്പിക്കുകയുണ്ടായി. അല്ലാഹ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവൻ ഇടിനാളങ്ങളെ അയക്കുന്നവനാണ്. അവൻ
ഉദ്ദേശിക്കുന്ന ദാസന്മാരുടെ അടുക്കലേക്ക് ആ ഇടിനാളം പോയി പതിക്കുന്നതാണ്. അവരാണെങ്കിൽ വിവരമില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ള ഇരുമ്പ് കൊണ്ടുള്ളവനാണ് എന്ന് ചോദിക്കുന്നു, അള്ള ചെമ്പ് കൊണ്ടുള്ളവനാണോ എന്ന് ചോദിക്കുന്നു, അള്ള വെള്ളി കൊണ്ടുള്ളവനാണോ എന്ന് ചോദിക്കുന്നു, അള്ള സ്വർണം കൊണ്ടുള്ളവനാണോ എന്ന് ചോദിക്കുന്നു. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫ്ഫാറാണ്, അല്ലാഹു സത്താറാണ്. പക്ഷേ അല്ലാഹു ഖഹാറാണ്. എല്ലാ സൃഷ്ടികളെയും അടക്കി വെച്ചിരിക്കുന്ന ശേഷാധിപതിയാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഏകത്വത്തെ തൊട്ടുകളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും നിജപ്പെടുത്താൻ കഴിയില്ല. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഉന്നതയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നിന്ദതയുടെ പടുകുഴിയിലേക്ക് വലിച്ചിടുന്നവനാണ് അല്ലാഹു. നിന്ദതയിൽ നിന്ന് ഉന്നതിയുടെ സോപാനങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവനാണ് അല്ലാഹു. പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകീയമായ പദവിയിലേക്ക് എത്തിക്കുന്നവനാണ് അല്ലാഹു. രാജകീയമായ പദവികളിൽ നിന്ന് നിന്ദതയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, തഫക്കറൂ ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുന്നു. വലാ തഫക്കറൂ ഫില്ലാഹ്, അള്ളാഹുവിന്റെ കൈഫിയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു എങ്ങനെയായിരിക്കുന്നത്? കാരണം നിങ്ങളുടെ മസ്തിഷ്കങ്ങൾ പദാർത്ഥങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിൽ. അള്ളാഹു ആണെങ്കിൽ പദാർത്ഥ അതീതനാണ്. അതുകൊണ്ട് പദാർത്ഥങ്ങളിൽ ഒതുക്കുന്ന നിങ്ങളുടെ ബുദ്ധിയും മസ്തിഷ്കവും ഉപയോഗിച്ചുകൊണ്ട് പദാർത്ഥാതീതനായ അള്ളാഹ് എങ്ങനെയാണ് ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തഹ്ലികൂ, നിങ്ങൾ നശിച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൃഷ്ടികളെ നോക്കി, സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുകയും ഇത്രയും ബൃഹത്തായ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും അവകളെ സംവിധാനിക്കുകയും അവകളെ സംഹരിക്കുകയും അവകളെ പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു എത്രയോ മഹോന്നതനാണ് എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കും. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബിയായ ഖബർ, അദൃശ്യമായ അള്ളാഹുവിന്റെ വൃത്താന്തങ്ങൾ. അതുകൊണ്ട് ആദ്യം അള്ളാഹുവിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അദൃശ്യമായ വാർത്തകളും വൃത്താന്തങ്ങളും അതിനോടുള്ള മഹത്വം നമ്മുടെ ഹൃദയങ്ങളിൽ വരും. അള്ളാഹു സിദ്ധാവാണ്, അള്ളാഹു പരിപാലകനാണ്, അല്ലാഹു സംരക്ഷകനാണ്, അല്ലാഹു റാസിഖാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഏർപ്പാടുകളുടെ ചുമതല അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ എല്ലാ ജീവികളുടെയും സംരക്ഷണ ചുമതല അല്ലാഹു ഏറ്റെടുത്തിരിക്കണം. അവരുടെ ഭക്ഷണം, അവരുടെ വെള്ളം. അശ്അരിയ ഗോത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി വന്നു. അബൂ മൂസൽ അശ്അരി ഉണ്ട്, അബൂ മാലിക് അശ്അരി ഉണ്ട്. അവരുടെ സംഘം മദീനയിലെത്തി. നബി തങ്ങളുടെ പുണ്യമായ മസ്ജിദുൻ നബവിയിൽ എത്തുന്നതിന് മുമ്പ് അവരുടെ സ്ഥലത്ത് താമസിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും മറ്റും തീർന്നു പോയത് കൊണ്ട് വിശന്ന് ക്ഷീണിച്ച് അവശരായ അവരിൽപ്പെട്ട ഒരാളെ മുഹമ്മദിന്റെ അടുക്കലേക്ക് അയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കൽ പോവുക, നമുക്കിങ്ങനെ വിശപ്പ് വന്നിരിക്കുകയാണ്, ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സംവിധാനം ഒരുക്കി തരണം. എന്താണെങ്കിലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആയത്ത് ഓതുന്നത് അദ്ദേഹം കേട്ടത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, മുഴുവൻ ജീവികളുടെയും
ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളൂ എങ്കിൽ അശ്അരിയ ഗോത്രമായ നമ്മുടെയും ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടാകുമല്ലോ. ഈ ചിന്തയോടുകൂടി അദ്ദേഹം മടങ്ങി വന്നു. നബിതങ്ങളോട് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. സംഘത്തിൽപ്പെട്ടവർ ചോദിച്ചു, എന്താണെങ്കിലും ഭക്ഷണത്തിലുള്ള ഏർപ്പാട് ഇപ്പോഴും തന്നെ ഉണ്ടാവും. ഇവര് ചിന്തിച്ചു, നബിതങ്ങളുടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടാവും, നബിതങ്ങളുടെ ഭക്ഷണവുമായിട്ട് ആരെങ്കിലും അയക്കുന്നുണ്ടാവും. എന്താണെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരാളുടെ കൈവശമാണ് എങ്കിൽ റൊട്ടി ഉണ്ടായിരുന്നു, മറ്റേയാളുടെ കയ്യിലാണ് എങ്കിൽ ഇറച്ചിയുടെ കറി ഉണ്ടായിരുന്നു. ഇവർ നന്നായി കഴിച്ചു, ഇവർക്ക് വയറു നിറഞ്ഞു, മതിയായി. ബാക്കി ഭക്ഷണം ഇവർ ചിന്തിച്ചു അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിക്കാം, നബിതങ്ങൾ അയച്ചതല്ലേ, നബിതങ്ങൾക്കും ഇതിന്റെ ആവശ്യം ഉണ്ടാകും. അവരാണെങ്കിൽ തമ്പടിച്ച സ്ഥലത്ത് നിന്നും മസ്ജിദുൽ നബവിയിലെത്തി നബിതങ്ങൾക്ക് ആ ഭക്ഷണം സമർപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അയച്ച ഭക്ഷണത്തിന് എന്തോ ഒരു രുചിയായിരുന്നു, ജീവിതത്തിൽ ഇന്നോളം ഞങ്ങൾ ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്ത് ഭക്ഷണമാ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഒന്നും കൊടുത്തു വിട്ടില്ലല്ലോ. ആ മനുഷ്യൻ ഇടപെട്ടു, ഇവരയച്ച ദൂതൻ, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാനാണ് എങ്കിൽ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം മുഹമ്മദിന്റെ വീട്ടിൽ വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങള് ഉള്ളിൽ നിന്ന് ഓതുന്നത് ഞാൻ കേട്ട, ഓമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഞാൻ ചിന്തിച്ചു, നമ്മുടെയും ഭക്ഷണത്തിന്റെ കാര്യം പടച്ചവൻ ഏറ്റിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് മുഹമ്മദിനോട് ചോദിക്കുന്നത്? അള്ളാഹു നമുക്ക് ഭക്ഷണത്തിലുള്ള ഏർപ്പാട് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പടച്ചവൻ തന്നെ ഒരുക്കി തന്ന ഭക്ഷണ സാധനമാണത്. അതുകൊണ്ട് സഹോദരന്മാരെ, അവൻ റാസിഖാണ്. അള്ളാഹുവിന്റെ ഏകത്വം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഗൈബിയായ ഖബർ, വാർത്തയെ കുറിച്ചുള്ള മഹത്വം നമ്മുടെ ഹൃദയത്തിൽ. രണ്ടാമതായി, ആരെ അവലംബിച്ചുകൊണ്ടാണ് അള്ളാഹിന്റെ അദൃശ്യമായ വൃത്താന്തങ്ങളും വാർത്തകളും വിശ്വസിക്കേണ്ടത്? ആരെ അവലംബിച്ചുകൊണ്ടാ? എല്ലാരും പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരാണ് മുഹമ്മദ് എന്ന് നമ്മൾ പഠിക്കണം. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ എത്രയോ യാഥാർത്ഥ്യങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്തുതിക്കപ്പെട്ടയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെട്ട ഒരു സ്തുതി മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന പേര് വെച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന പേര് വെക്കാനുള്ള കാരണം ആകാശത്തിലും അദ്ദേഹം പ്രകീർത്തിക്കപ്പെടണം, ഭൂമിയിലും അദ്ദേഹം പ്രകീർത്തിക്കപ്പെടണം. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറവിടുന്ന ഒരു സൃഷ്ടിയുടെ വചനം ഏതാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്ത് എത്രയോ പള്ളികൾ, ആ പള്ളികളിൽ 5 നേരത്തെ ബാങ്കിന്റെ സന്ദർഭത്തിൽ ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ആരാണ് റസൂൽ എന്ന് നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ നബിതങ്ങളെ അവലംബിച്ചുകൊണ്ട് നബിതങ്ങൾ അറിയിച്ചെന്ന വാർത്തകൾ വിശ്വസിക്കൽ എളുപ്പമാണ്. നബിതങ്ങളോട് സഹാബാക്കൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ജീവികള്, മനുഷ്യേതര ജന്തുക്കളുടെ സ്നേഹത്തിന്റെ സംഭവങ്ങൾ സീറത്തിന്റെ കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വിവരിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നബിതങ്ങളെ എങ്ങനെയാ സ്നേഹിക്കുന്നത് അന്താളിച്ചു. ഹുനൈനിന്റെ വേളയിൽ ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗനീമത്ത് സ്വത്തിൽപ്പെട്ട ഒരു കഴുത നബിതങ്ങളുടെ അടുക്കൽ വന്നു അള്ളാന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. അള്ളാന്റെ റസൂലെ, ഞാൻ യഗ്ഫൂർ എന്ന് പറയുന്ന കഴുതയാണ്, ഒരു നസ്ലിയായ കഴുതയാണ്. എന്റെ പിതാക്കന്മാരുടെ പുറത്തൊക്കെ തന്നെയും പ്രവാചകന്മാർ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അവരിൽ അവസാനത്തെ കണ്ണിയാണ്. നിങ്ങളാണ് എങ്കിൽ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിയോഗിച്ചയക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ ഗനീമത്ത് സ്വത്തിൽ കൂട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഗനീമത്ത് സ്വത്തിനെ വിഭജിക്കുന്നതിന്റെ കൂട്ടത്തിൽ യഗ്ഫൂർ എന്ന് പറയുന്ന കഴുതയെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി. ആ കഴുതയുടെ പുറത്ത് നബിതങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. നബിതങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുള്ള ആവശ്യം നേരിടുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ സഹാബിമാരൊന്നുമില്ല എങ്കിൽ യഗ്ഫൂർ എന്ന കഴുതയെ അയക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ വീട്ടിൽ ഭയങ്കരമായ
ശബ്ദത്തിന്റെ ഒച്ച കേൾക്കുകയാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ യഗ്ഫൂർ കഴുതി നിൽക്കുകയാണ്. അപ്പോഴേ തന്നെ സിദ്ദീഖുൽ അക്ബർ എന്ന് മനസ്സിലാകുമായിരുന്നു അള്ളാന്റെ റസൂൽ വിളിക്കുകയാണ് എന്ന്. ഈ രൂപത്തിൽ സഹാബിമാരുടെ വീട്ടിൽ പോയി വാതിൽ തട്ടുമായിരുന്നു യഗ്ഫൂർ എന്ന കഴുത. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം എത്ര ഭയങ്കരമായിരുന്നു. അള്ളാന്റെ റസൂൽ വഫാത്തായ ദിനം യഗ്ഫൂർ എന്ന് പറയുന്ന കഴുതയ്ക്ക് ഒരു നിലയിലും സമാധാനമില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസമായി, 2 ദിവസമായി. അവസാനം അതൊരു കിണറ്റിലേക്ക് പോയി അതിന്റെ ജീവൻ ഒടുക്കി. ഒരു മനുഷ്യേതര ജന്തുവിന് നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം, സഹാബാക്കളുടെ സ്നേഹത്തിന്റെ ആധിക്യത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ എന്റെ പിതാവിനേക്കാൾ സ്നേഹിക്കുന്നു, എന്റെ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നു, എന്റെ മക്കളെക്കാൾ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഅ്മിനായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് മുഅ്മിനായത് ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈമാനിന്റെ അളവുകോലായി പ്രഖ്യാപിക്കുകയുണ്ടായി. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽപ്പെട്ട ആരും തന്നെ യഥാർത്ഥ സത്യവിശ്വാസികളായി തീരുകയില്ല, ഞാൻ അവന്റെ അടുക്കലേക്ക് ഏറ്റവും പ്രിയങ്കരനായി തീരുന്നത് വരെ, അവന്റെ പിതാവിനേക്കാൾ, അവന്റെ മക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാൾ. നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന സ്നേഹം മുഹമ്മദിനോടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാനും വിശ്വസിക്കാനും എളുപ്പമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബാക്കളായ മഹാരഥന്മാര് ഹൃദയത്തിൽ നബിതങ്ങളോടുള്ള സ്നേഹം ഏറ്റവും ഉയർന്നതായി. അതുപോലെ തന്നെ നബിതങ്ങള് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ വരെയും ഹൃദയം കൊണ്ട് സത്യമാണ് എന്ന് അംഗീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറാബിയിൽ നിന്ന് കുതിര വാങ്ങി. അതിന്റെ വില എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. അറാബിയാണെങ്കിൽ കുതിരയുമായി നബിതങ്ങളുടെ പിന്നാലെ കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സ്പീഡിൽ നടന്നു നീങ്ങി. എന്താണെങ്കിലും കുറെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു അറാബി നല്ല ലക്ഷണമൊത്ത കുതിരയുമായി യാത്ര ചെയ്യാണ്. അവർക്ക് ആ കുതിരയെ ഇഷ്ടപ്പെട്ടു. അവര് വന്നിട്ട് അറാബിയോട് ചോദിച്ച് ആ കുതിരയെ വിൽക്കുമോ? അറാബിയോട് അവര് നബിതങ്ങളെക്കാൾ ഉയർന്ന വില പറഞ്ഞു. അപ്പൊ അറാബിയുടെ ഹൃദയത്തിൽ ഒരു പൂതിയുണ്ട്, ഈ കുതിര ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ വിട്ടതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും. അപ്പോഴ് ആ അറാബി ഉച്ചസ്ഥലത്തിൽ വിളിച്ച്, യാ മുഹമ്മദ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇതിൽ നിന്ന് കുതിരയെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നല്ലേ ഞാൻ കുതിര വാങ്ങി, ഇത്ര വിലക്ക് വാങ്ങി, ആ വില എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയതല്ലേ. അറാബി നിഷേധിച്ചില്ല, നിങ്ങൾ എന്നിൽ നിന്ന് കുതിര വാങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല, നിങ്ങളിൽ നിന്ന് ഞാൻ വില പറഞ്ഞ് കുതിര വാങ്ങി. രണ്ടുപേരും തമ്മിൽ സംസാരമായി, വാഗ്വാദമായി. സഹാബിമാർ ഒരുമിച്ച് കൂടി, ധാരാളം ആൾക്കാർ തടിച്ചുകൂടി. സഹാബിമാര് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞത് സത്യമാണ്. ആറാബി ചോദിച്ച്, ഷാഹിദ് എവിടെ? മുഹമ്മദ് എന്നിൽ നിന്ന് കുതിര വാങ്ങി എന്നതിന്റെ സാക്ഷി എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഞാൻ ഈ അറാബിയിൽ നിന്ന് കുതിരയെ വാങ്ങി എന്ന് ആരാണ് ഷാഹിദാകുന്നത്? ആരാണ് സാക്ഷിത്വം അരുളുന്നത്? ഹുസൈമത്തുബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് കുതിര വാങ്ങി എന്നത് ഞാൻ ഷാഹിദാണ്, ഞാൻ സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞാൻ കുതിര വാങ്ങുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ? അപ്പോഴും ഹുസൈമത്തുബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്, ബിതസ്ദീഖിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ സത്യസന്ധതയിൽ അവലംബിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന ഉറപ്പായ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹുസൈമത്തുബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ 2 ഷാഹിദ് സാക്ഷികളുടെ കൂട്ടത്തിലാക്കി. ഇസ്ലാമിൽ ധാരാളം കാര്യങ്ങളിൽ 2 സാക്ഷികളുടെ ആവശ്യമുണ്ട്. ഹുസൈമത്തുബ്നു സാബിത്ത് ആകുന്ന ഒരാളെ 2 സാക്ഷികളുടെ സ്ഥാനം. സഹാബാക്കളായ മഹാരഥന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശങ്ങളോടും വാക്കുകളോടും പാലിച്ച സമീപനം ഇതാണ്. യാ അയ്യുഹല്ലദീന
الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم ذنوبكم والله غفور رحيم يا أيها الذين آمنوا اتقوا الله ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ രണ്ട് പടുകൂറ്റൻ പർവ്വതങ്ങളെ നിങ്ങൾ സ്ഥാപിച്ചു വയ്ക്കണം. ഒന്ന് തഖ്വ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ട് എങ്കിൽ നാവ് ഹറാമ് സംസാരിക്കില്ല, കണ്ണ് ഹറാമ് നോക്കില്ല, ചെവി ഹറാമ് കേൾക്കില്ല, കൈ ഹറാമ് പിടിക്കില്ല, അവയവങ്ങൾ ഹറാമിലേക്ക് നടക്കില്ല എന്നു മാത്രമല്ല, അല്ലാഹുവിന് അനിഷ്ടകരമായ ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ആരെയും പറ്റിക്കില്ല, പലിശയുമായി ബന്ധപ്പെടുകയില്ല, കൈക്കൂലിയുമായി ബന്ധപ്പെടുകയില്ല, അയൽവാസിയെ ദ്രോഹിക്കുകയില്ല, അന്യന്റെ മുതൽ അനർഹമായി കയ്യേറ്റം ചെയ്യുകയില്ല. നേരെ മറിച്ച് അങ്ങോട്ട് ഉപകാരം ചെയ്യും. കാരണം പടച്ചോന്റെ ഭാഗത്തുനിന്ന് പിടുത്തമുണ്ടാകുന്നുള്ള പേടി. ഒരു സംഭവം ഞാൻ പറയുന്നത് ചേർന്നിരുന്നോണ്ടില്ല. മാഷാ അല്ലാഹ്, നിങ്ങൾ ഈ സമയത്ത് അൽഹംദുലില്ലാഹ് എല്ലാവരും ഉറങ്ങാതെ നല്ല ഉന്മേഷത്തോടു കൂടി ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നു. അത് തന്നെ അൽഹംദുലില്ലാഹ് വലിയ കാര്യമാണ്. അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ചേർന്നിരുന്നോളൂ. മാഷാ അല്ലാഹ്, നമ്മുടെ ഈ മജ്ലിസ് കുറഞ്ഞ സമയം കൂടി ഉണ്ടാവും. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സേവകനോട് പറഞ്ഞു, നിങ്ങളൊരു കുതിരയെ വാങ്ങിക്കൊണ്ടു വരണം. അദ്ദേഹം പോയി നല്ല ലക്ഷണമൊത്ത ഒരു കുതിരയെ വാങ്ങി. 400 ദിർഹമിനെ വാങ്ങിക്കൊണ്ടു വന്നത്. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് അഭിമാനത്തോടുകൂടി പറഞ്ഞത്, ഞാൻ നല്ലൊരു കുതിരയെ വാങ്ങിയിരിക്കാം, വില കുറവാണ്. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നല്ല മുന്തിയ കുതിര. എത്ര രൂപയ്ക്കാ വാങ്ങിയത്? അത് 400 ദിർഹമിനാ വാങ്ങിയത്. ആരിൽ നിന്നാ വാങ്ങിയത്? ഇന്നയാളിൽ നിന്നാ വാങ്ങിയത്. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആ മാലിക്കിന്റെ അടുക്കലേക്ക്, കുതിരയുടെ ഉടമയുടെ അടുക്കലേക്ക് പോയി. ഈ ജോലിക്കാരനും എന്തോ പന്തികേട് മനസ്സിലാക്കി കൂട്ടത്തിൽ പോയി. എന്നിട്ട് ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആ കുതിരയുടെ ഉടമയോട് ചോദിക്കുകയുണ്ടായി, ഞാൻ നിങ്ങളിൽ നിന്ന് കുതിരയെ 500 ദിർഹമിന് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അയാൾ എന്താണ് ചോദിച്ചത്? ഇത് എന്ത് കഥയാണ്? 400 ദിർഹമിന് ഞാൻ കുതിര വെച്ച് ഇയാൾ വന്നിട്ട് 500 ദിർഹമിന് വാങ്ങാന്ന് വീണ്ടും പറയും. ആരാ പറയുന്നത്? വാങ്ങിയ ആളാ പറയുന്നത്, വേറൊരാളല്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ 500 ദിർഹം തരാണ്, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വീണ്ടും ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 600 ദിർഹമിന് നിങ്ങളിൽ നിന്ന് കുതിരയെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ 400 ദിർഹമിനാ പറ്റുക, നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ 500 ദിർഹമിന് നിങ്ങൾ എടുത്തോ. വീണ്ടും ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 600 ദിർഹമിന് ആ കുതിരയെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 600 ദിർഹമിന് ആയിക്കോട്ടെ. വീണ്ടും ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 700 ദിർഹമിന് ആ കുതിരയെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ. വീണ്ടും ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 800 ദിർഹമിന് ഞാൻ ആ കുതിരയെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ കുതിരയുടെ ഉടമ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 400 ദിർഹമിന് വിറ്റതാണ്, ഞാൻ സംതൃപ്തനായിരുന്നു. ഇനി 800 ദിർഹം നിങ്ങൾ തരികയാണെങ്കിൽ അത് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്താണെങ്കിലും 400 ദിർഹം കൂടി കൂടുതൽ കൊടുത്തു. മടങ്ങിപ്പോയപ്പോൾ ജോലിക്കാരൻ ചോദിച്ചല്ല, എന്താ നിങ്ങൾ 400 ദിർഹം അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തത്? എന്തെങ്കിലും സന്തോഷകരമായ കാര്യമല്ല ഉണ്ടായോ? നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചോ? അതോ നിങ്ങൾ പുതിയ വീടെടുത്തോ? എന്താ സംഭവം? ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സന്തോഷകരമായ കാര്യമൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാനിത് പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലെ മരിക്കുന്നത് വരെയും ലോകത്തുള്ള ഓരോ മുസ്ലിമിന്റെയും ഗുണത്തെ മാത്രമേ ഞാൻ കാംക്ഷിക്കുകയുള്ളൂ. നിങ്ങളാണെങ്കിൽ ഒരു മുസ്ലിമിൽ നിന്ന് കുതിരയെ വാങ്ങിക്കൊണ്ട് വന്നു. കുതിര നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് കൂടിയ വിലയുള്ള കുതിരയാണ്. നിങ്ങളാണെങ്കിൽ കുറഞ്ഞ വിലക്ക് അത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ പടച്ചവനാകണം ഈ ഉടമ്പടിയുടെ വിഷയത്തിൽ എന്നെ ചോദ്യം ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ 800 ദിർഹം അദ്ദേഹത്തിന് കൊടുത്തത്.
നടക്കുന്ന കാര്യമാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ഒരു 2 വീലർ വാങ്ങാൻ വേണ്ടി പോവാ, അയാൾ 30,000 പറഞ്ഞാൽ നമ്മൾ 20,000 പറയും. ഇവിടെ എന്താ 400 ദിർഹം വിറ്റത് എന്ത് ചെയ്ത് ഇരട്ടി ദിർഹം വീണ്ടും കൊടുത്തിട്ട് എന്ത് ചെയ്തു? സ്വന്തമാണ്. ഇതാ തഖ്വയുടെ പ്രത്യേകത. ഹൃദയത്തിൽ തഖ്വയുണ്ട് എങ്കിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ സുതാര്യത ഉണ്ടാകും, സത്യസന്ധതയുണ്ടാകും, നമ്മുടെ കച്ചവടം സത്യസന്ധമായിരിക്കും, നമ്മുടെ ഇടപാടുകളിൽ ശരീഅത്തും സുന്നത്തും പാലിക്കുന്ന അവസ്ഥ ഉണ്ടാകും, നമ്മുടെ കല്യാണങ്ങൾ ഹറാമിൽ നിന്ന് പരിശുദ്ധമായിരിക്കും. തഖ്വയില്ല എങ്കിൽ ജീവിതത്തിൽ നിസ്കാരം ഉണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, പക്ഷെ നാട്ടു നടപ്പോ ഹറാമോ ഒക്കെ കൂട്ടത്തിലുണ്ടാവും. നഅൂദുബില്ല, അല്ലാഹ് കാക്കുമാറാകട്ടെ. ഒരാളാണെങ്കിൽ പോക്കറ്റിൽ ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടേയിരിക്കുക. 1000ന്റെ നോട്ട്, 2000ന്റെ നോട്ട്, 500ന്റെ നോട്ട്, 100ന്റെ നോട്ട്, 50ന്റെ നോട്ട്, അടിയിൽ ഹോളുണ്ടെങ്കിൽ ഇതിലൂടെ എല്ലാം ചോർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ, നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ നമ്മുടെ ഹറാമായ പ്രവണതകളിലൂടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തഖ്വ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയും നമ്മുടെ പകലും നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സാമൂഹ്യ ജീവിതവും നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും അവയവങ്ങളും ഹറാമിൽ നിന്ന് പരിശുദ്ധമായി. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി വേഷപ്രസന്നനായി ഇറങ്ങി സഞ്ചരിക്കുകയായിരുന്നു. സുബഹിയോട് അടുത്ത സമയമായപ്പോൾ ക്ഷീണിച്ച് അവശനായ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഒരു കുടിലിന്റെ മതിലിൽ ചാരി നിന്ന് തൂങ്ങി ഉറങ്ങുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉമ്മ മകളോട് വിളിച്ച് പറയുന്നു, മോളെ പാലിൽ വെള്ളം ചേർക്കും. മകൾ ഉമ്മയോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മ, ആര് ഭരിക്കുന്ന മദീനയിലാ നമ്മൾ ജീവിക്കുന്നത് എന്ന് അറിയുമോ? ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മെ കഠിനമായി ശിക്ഷിക്കയില്ലേ? ഉമ്മ മകളോട് ചോദിക്കുന്നു, മോളെ, ഈ പാതിരാത്രി സമയത്ത് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ എങ്ങനെ അറിയാനാണ്? അദ്ദേഹം എവിടെയെങ്കിലും വിശ്രമിക്കുകയായിരിക്കും, ഈ പാലിൽ വെള്ളം ചേർക്കും. മകൾ ഉമ്മയോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട മാതാവേ, അഥവാ ഈ പാതിരാത്രി സമയത്ത് നമ്മുടെ ഈ ചലനം ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ അറിയുന്നില്ല എങ്കിലും അല്ലാഹു എവിടെ പോയി? ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടായപ്പോൾ ആ തഖ്വ പാതിരാത്രി സമയത്തും അവരുടെ കരങ്ങളെ ഹറാമിൽ നിന്ന് തടുക്കുകയായി. ഈ തഖ്വ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഹറാമിൽ നിന്ന് പരിശുദ്ധമാണ്. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചെന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. നിബിധങ്ങൾ അറിയിച്ചെന്ന കാര്യം സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഒരു കൈഫിയത്ത് ഉണ്ടെങ്കിലേ ദീൻ എളുപ്പമാകുകയുള്ളൂ, അല്ലെങ്കിൽ ദീൻ വലിയ പ്രയാസം വരും. കാരണം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതും ബുദ്ധിയിൽ ഉദിക്കുന്നതും ചിലപ്പോൾ ദീനെതിരായ കാര്യമായിരിക്കും. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതും ബുദ്ധിയിൽ ഉദിക്കുന്നതും പലിശ വാങ്ങിയാൽ സമ്പത്തിൽ വർധനവുണ്ടാകും, സദഖ കൊടുത്താൽ സമ്പത്ത് കുറയും. എന്നാൽ നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചെന്ന ഖബർ എന്താണ്? യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശ സമ്പത്തിനെ ക്ഷയിപ്പിക്കും, സദഖ സമ്പത്തിൽ വർധനവിനെ ഉണ്ടാക്കും. നമ്മൾ കാണുന്ന ഒന്ന് നബിതങ്ങൾ അറിയിച്ചെന്ന മറ്റൊന്ന്. ഹൃദയത്തിൽ നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചതെന്ന വൃത്താന്തം സത്യമാണ് എന്ന് ബോധ്യമുള്ളയാള് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടുകയില്ല, ഒരിക്കലും ഹൗസ് ലോൺ എടുക്കുകയില്ല, ഒരിക്കലും ബിസിനസ് ലോൺ എടുക്കുകയില്ല, ആരിൽ നിന്നും പലിശ കൈപ്പറ്റുകയില്ല, ഒരിക്കലും കൈക്കൂലിയുമായി ബന്ധപ്പെടുകയില്ല, അനാഥയുടെ സ്വന്തത്തിനെ അനധികൃതമായി കയ്യേറ്റം ചെയ്യുകയില്ല. നബിതങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു തന്ന കാര്യം ഗുരുതരമായ ശിക്ഷയിലേക്ക് എത്തിച്ചേരുന്നു. ഒരു മഹാനാണെങ്കിൽ 70 പ്രാവശ്യം ഖുർആൻ ശരീഫ് എഴുതി. ഓരോ ആയത്ത് എഴുതുമ്പോഴും മഷി കുടിക്കാൻ വേണ്ടി ഈച്ച വന്ന് പറ്റും. എന്നാൽ 70 പ്രാവശ്യം ഒരായത്ത് എഴുതിയപ്പോൾ മാത്രം ഈച്ച വന്നിരുന്നതേ ഇല്ല മഷി കുടിക്കാൻ വേണ്ടി. ഏതായതാ? ഇന്നല്ലദീന യഖുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഖുലൂന ഫീ ബുതൂനിഹിം നാറാ സയസ്ലൗന സഈറാ. ഇന്നല്ലദീന യഖുലൂന അംവാലൽ യതാമാ ളുൽമാ. അന്യായമായി അനാഥരുടെ സ്വത്തിനെ തിന്നുന്നവൻ ഇന്നമാ യഖുലൂന ഫീ ബുതൂനിഹിം നാറാ. അവരുടെ വയറുകളിൽ തീനാളത്തെയാണ് കുത്തി നിറയ്ക്കുന്നത്. സയസ്ലൗന സഈറാ. നാളെ കത്തിച്ചലിക്കുന്ന അഗ്നി നരകത്തിലായിരിക്കും അവർ പ്രവേശിക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചെന്ന കാര്യം സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് ദീൻ എളുപ്പമായിരിക്കും, നമസ്കാരം എളുപ്പമായിരിക്കും, നോമ്പ് എളുപ്പമായിരിക്കും, സകാത്ത് എളുപ്പമായിരിക്കും, ഹജ്ജ് എളുപ്പമായിരിക്കും, ദിക്ർ എളുപ്പമായിരിക്കും, ഖുർആനിന്റെ പാരായണം എളുപ്പമായിരിക്കും, കുടുംബ ജീവിതം എളുപ്പമായിരിക്കും. കാരണം കുടുംബ ബന്ധത്തിന്റെ പ്രയോജനം ഇതിനെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലയുഅമ്മിറു ബിൽ ഖൗമി അദ്ദിയാർ വയുസമ്മിറു ലഹുമുൽ അംവാൽ വമാ നദറ ഇലൈഹിം മുൻദു ഖലഖഹും ഖാലു വകൈഫ ദാക യാ റസൂലല്ലാഹ് ഖാല ബിസിലതിഹിം അർഹാമിഹിം ഇന്നല്ലാഹ ലയുഅമ്മിറു ബിൽ ഖൗമി അദ്ദിയാർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹം ജനങ്ങൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നല്ല വീടുകൾ നിർമ്മിച്ചു നൽകും. വയുസമ്മിറു ലഹുമുൽ അംവാൽ, അവർക്ക് ധാരാളം സാമ്പത്തികമായ നേട്ടങ്ങളും അല്ലാഹു നൽകും. വമാ നദറ ഇലൈഹിം മുൻദു ഖലഖഹും, ജനിച്ചത് മുതൽ അല്ലാഹു അവരെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ടില്ല. ഇത്രയും കേട്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയും ഉയർന്ന പ്രയോജനം ആർക്കാണ് കിട്ടുന്നത്? ബിസിലതിഹിം അർഹാമിഹിം, കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ പേരിൽ കിട്ടുന്ന നേട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചുന്ന കുടുംബ ബന്ധത്തിൽ കിട്ടുന്ന പ്രയോജനമാണ്. ഇത് സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ ബാപ്പയുമായുള്ള ബന്ധത്തിൽ സുഗതത പാലിക്കും, ഉമ്മയുമായി നല്ല ബന്ധം സ്ഥാപിക്കും, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സ്ഥാപിക്കും. കുടുംബ ബന്ധം يا أيها الذين آمنوا اتقوا الله وآمنوا برسوله. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയാൽ തഖ്വ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചത് സത്യമാണെന്ന വിശ്വാസം. യുക്തികും കിഫിലൈനി മിർ റഹ്മതിഹി, അല്ലാഹു അവന്റെ കാരുണ്യത്തിന്റെ രണ്ട് ഓഹരി നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു. ഒന്നല്ല, രണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു പ്രകാശം അവൻ നിശ്ചയിച്ചു നൽകും. അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞൊന്നും പോകത്തില്ല. സ്ട്രൈറ്റ് ആയ വഴിയിലൂടെയായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ സഞ്ചരിക്കുന്നത് സൽപന്താവിലൂടെയായിരിക്കും. അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യം പലപ്പോഴും അടുപ്പ് മുലഞ്ഞു പോവും, എങ്ങോട്ടെങ്കിലും ഒക്കെ തിരിഞ്ഞു. പിന്നെ ദീനും ഇല്ല, ശരീഅത്തും ഇല്ല, സുന്നത്തും ഇല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു വളരെ കൂടുതൽ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കേണ്ടുന്നത് ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് അറിയിച്ചെന്ന ഗൈബിയായ ഖബർ, അദൃശ്യമായ മുഴുവൻ വാർത്തകളും വൃത്താന്തങ്ങളും സത്യമാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ഇതിന്റെ പേരാണ് ഈമാൻ. രണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അമല് സാലിഹാത്ത് ഉണ്ടാകും. നിബിധങ്ങൾ പഠിപ്പിച്ചെന്ന അമല് സാലിഹാത്ത്, നമസ്കാരം, നോമ്പ്, ദിക്ർ, ഖുർആൻ ശരീഫിന്റെ പാരായണം, അതുപോലെ തന്നെ നമ്മൾ നിബിധങ്ങൾ പഠിപ്പിച്ചെന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. സഹോദരന്മാരെ, ഈ ഈമാനും ഈ അമൽ സാലിഹാത്തും ഒക്കെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി വലിയ ഒരു അധ്വാനവും പരിശ്രമവും നമ്മൾ ചെയ്തേ തീരുകയുള്ളൂ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. സഹോദരന്മാരെ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും അർപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടു എങ്കിൽ മാത്രമേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും സ്ഥാപിക്കപ്പെടും. അല്ലെങ്കിൽ ഒരു മാലൂമാത്ത്, ഒരു അറിവ്, ഇന്ന് അറിവ് നേടാനുള്ള മാധ്യമങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കാളും നന്നായി പ്രസംഗിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ പ്രവൃത്തിയോട് അടുക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് ഭാരമായി തോന്നുന്നു? ഒരു രോഗിയായ ആളടുത്ത് ബിരിയാണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വിശപ്പുള്ള അവസ്ഥയിലും അദ്ദേഹത്തിന് അത് കഴിക്കൽ ഒരു ഭാരമായിരിക്കും. എന്തുകൊണ്ടാണ് രോഗം? എന്തുകൊണ്ടാണ് നമുക്ക് അമല് ബുദ്ധിമുട്ട്, ഹറാമ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? സഹോദരന്മാരെ, നമ്മുടെ റൂഹിന് രോഗമുള്ളതുകൊണ്ട്, രോഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. നമ്മൾ എന്ത് ചെയ്യുക? പള്ളികളുടെ മാഹോലിൽ കഴിഞ്ഞുകൂടി അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്ത്
നമ്മുടെ ഹൃദയത്തിൽ ശരിയായ ഒരു കൈഫിയത്ത് ഉണ്ടാക്കി തരും. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി പറയുന്നത്. അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ഈമാനിന്റെ അവസ്ഥ എവിടെയാണ് നമ്മൾ എത്തേണ്ടിയിരുന്നത്. അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന അമലുകളിൽ നമ്മൾ എത്രയോ സീറോയായിരുന്നു. സാലിം ഖുറദി മദീനയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. മദീനയിലെ ഏറ്റവും വലിയ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. 30 വർഷം മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്നത്തെ സാലറി 1,00,000 റിയാലാണ്. 30 വർഷം മുമ്പുള്ള കാര്യവും ഞാൻ പറയും. അദ്ദേഹം മസ്ജിദ് നബവിയിലെ 5 നേരം നമസ്കരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ബാങ്കുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഒരു നിലയിലും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ അയാൾ 20 ദിവസം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി, പടച്ചവനെ, ബാങ്കുമായി ബന്ധപ്പെടുന്ന ഈ സമ്പ്രദായം പലിശയെ സഹായിക്കലാണല്ലോ. അദ്ദേഹം മടങ്ങി വന്നു. ആദ്യമായി ജോലിയിൽ നിന്ന് രാജിവെച്ചു. സാദിഖോ സഹോദരന്മാർ, 1,00,000 റിയാൽ സാലറി കിട്ടുന്ന ജോലിയിൽ നിന്ന്. അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹം വാങ്ങിയ മുഴുവൻ പ്രോപ്പർട്ടിയും വിറ്റു. എന്നിട്ട് ആ പൈസ മുഴുവനും ആ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പലിശയിലൂടെ നേടിയെടുത്ത സമ്പാദ്യത്തിലൂടെ വാങ്ങിയതാണിത്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നതാണ്. എന്നിട്ട് അദ്ദേഹം മദീനയുടെ പുറത്തൊരു ഗ്രാമത്തിൽ ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പോയി താമസം ആരംഭിച്ചു. മാർക്കറ്റിൽ വന്നു അദ്ദേഹം ആടിനെ വിറ്റു. 500 റിയാൽ അയാൾക്ക് ലാഭമായി കിട്ടി. കമ്പോളത്തിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിൽ പോയി ഭക്ഷണം വെച്ചു, കഴിച്ചു. സാലിം ഖുറദിയും കരയുന്നു, ഭാര്യയും കരയുന്നു. രണ്ടുപേരും പറയാണ്, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഹലാലായ ഭക്ഷണം കഴിക്കുന്നത്. എങ്ങനെയാ സഹോദരന്മാരെ ഈ കൈഫിയത്ത് ഉണ്ടായത്? അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുമ്പോഴാണ് നമ്മൾ എവിടെയായിരുന്നു ആകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിനുണ്ടാകും. നിങ്ങൾ ന്യൂസിലാൻഡിൽ പോയപ്പോൾ അവിടെ ഒരു തമിഴ്നാട്ടുകാരനായ ഹാരിസ് ഭായിയെ കണ്ടു. 5 പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ഒരു കൊറിയൻ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ഏറ്റെടുത്ത ആളാണ്. അദ്ദേഹം നമ്മുടെ തഷ്കീലിന്റെ ഊപ്പുകൊണ്ടായിരിക്കണം എന്താണെങ്കിലും ഓക്ലൻഡിൽ ഒരു സമ്മേളനം ഇതുപോലെ നടന്നു. ആ രാജ്യത്തിന്റെ സമ്മേളനം, അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ അദ്ദേഹം 40 ദിവസം പുറപ്പെട്ടു. നമ്മൾ സൗത്ത് ഐലൻഡിൽ പോയപ്പോഴും അവിടെയുള്ള പ്രവർത്തകർ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഹാരിസ് സാഹിബ് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മൾ അള്ളാഹിന്റെ വഴിയിൽ പുറപ്പെടാൻ കാരണക്കാരായി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം 40 ദിവസം പൂർത്തിയായി നമ്മുടെ അടുത്ത് വന്നു. അദ്ദേഹം പറയാണ്, 19 വർഷമായി ഞാൻ ന്യൂസിലാൻഡ്. ഈ 19 വർഷം എനിക്ക് അല്പം പോലും സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ 3 കാര്യങ്ങൾക്ക് ഉറപ്പില്ല. 1 ജോലി, 2 ക്ലൈമറ്റ്, കാലാവസ്ഥ എപ്പോഴും ചേഞ്ച് ആവും. 3 വൈഫ്, എപ്പോഴും ചേഞ്ച് ആവും. അപ്പൊ ഈ 19 വർഷവും ജോലി പോവോ എന്നുള്ള ടെൻഷനിലാണ്. ജോലിയുണ്ട്, പൈസ ഉണ്ട്, പക്ഷെ അല്പം പോലും സമാധാനം കിട്ടിയില്ല. പക്ഷെ ഈ 40 ദിവസം ഞാൻ ജമാഅത്തിൽ പോയപ്പോഴാണ് മനസ്സിലാകുന്ന, പടച്ചോടെ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതൊക്കെ ആരാ നൽകേണ്ടുന്നത്? അള്ളയാ. ജോലിയും അള്ളയാ നൽകേണ്ടത്, അല്ലേ? നമ്മൾ കാണുന്നുണ്ട്, ജോലി ചെയ്യാതെ എത്രയോ ജീവികൾ ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലേ? സമുദ്രത്തിന്റെ ആഴത്തട്ടിലാണ് എങ്കിൽ ഒരുപാട് തിമിംഗലങ്ങളുണ്ട്, ഒരു ജോലിയില്ല. അവകൾക്കാണെങ്കിൽ 10 കണക്കിന് ഭക്ഷണം ആവശ്യമുണ്ട്. ഒരു നീലത്തിമിംഗലത്തിന്റെ കുട്ടി ഒരു സമയത്ത് 3400 ലിറ്റർ പാല് കുടിക്കുന്നു. ഇതിനൊക്കെ ആരാ ഭക്ഷണം കൊടുക്കുന്നത്? അള്ളയാ ഭക്ഷണം കൊടുക്കും. നമുക്ക് അങ്ങനെ കിട്ടും ജോലി ചെയ്യാൻ. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും وهو السميع العليم وكأين من دابة ലോകത്ത് എത്രയോ ജീവികളുണ്ട്. ലാ തഹ്മിലു റിസ്ഖഹാ, അവകളൊന്നും നാളത്തേക്ക് ആവശ്യമായ ഭക്ഷണം സ്വരൂപിച്ച് വെക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അവകൾക്കൊക്കെ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണവും കുടിക്കാൻ ആവശ്യമായ വെള്ളവും
ജീവിക്കാൻ ആവശ്യമായ ഏർപ്പാടുകളും നാം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മനുഷ്യ സമൂഹമേ, നിങ്ങൾ തെറ്റായ സങ്കല്പത്തിലായി പോകരുത്. നിങ്ങളുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗമാണ്, നിങ്ങളുടെ കൃഷിയാണ്, നിങ്ങളുടെ തൊഴിലാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്കും കഴിക്കാൻ ആവശ്യമായ ഭക്ഷണവും കുടിക്കാൻ ആവശ്യമായ വെള്ളവും ജീവിക്കാൻ ആവശ്യമായ ഏർപ്പാടുകളും ഞാൻ തന്നെയാണ് സംവിധാനിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, അള്ളാന്റെ വഴിയിൽ പുറപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ പടച്ചോൻ ചെയ്യുന്ന കാര്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പൊ എന്റെ ഹൃദയത്തിൽ നിന്ന് ആ ടെൻഷൻ തന്നെ മാറി. മരിക്കുന്നത് വരെ നമ്മൾ ഈ ടെൻഷനിലായിരിക്കും. ഈ ടെൻഷനിൽ ഷുഗർ വരും, BP വരും, കൊളസ്ട്രോൾ വരും, എന്തെല്ലാ രോഗങ്ങളുണ്ടോ. പടച്ചോൻ തീരുമാനിച്ച റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാന്റെ ദീനിന്റെ വഴിയിൽ നമ്മൾ പുറപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ കൈഫിയത്ത് ഉണ്ടാകുന്നത്. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖുർആൻ ശരീഫിന്റെ നിർദ്ദേശമാണ്, നിങ്ങൾ അള്ളാന്റെ വഴിയിൽ പുറപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുന്നതിന്റെ മഹത്വം വിശദീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ലമൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാഹ് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്വദ്. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ അല്പസമയം എഴുന്നേറ്റ് നിൽക്കുന്നത് ലൈലത്തുൽ ഖദ്റിൽ ഹജറുൽ അസ്വദിന്റെ മുന്നിൽ ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ മഹത്തരമായ കർമ്മം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹാബാക്കൾ അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു. മദീന എത്രയോ പുണ്യമായ സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനയുടെ മഹത്വം വല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. മനിസ്തതഅ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. മദീനയിൽ മരണപ്പെടാൻ കഴിയുന്നവർ മദീനയിൽ തന്നെ മരണപ്പെട്ടു കൊള്ളട്ടെ, കാരണം മദീനയിൽ മരണപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും. എന്നിട്ട് കൂടി മക്കയിലും മദീനയിലും കഴിഞ്ഞുകൂടിയ സഹാബിമാര് അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച്. എന്തുകൊണ്ടാണ്? അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുന്നതിന്റെ പേരിൽ കിട്ടുന്ന മഹത്വം അതിനേക്കാൾ ഉയർന്നത്. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ 1 രൂപ ചെലവഴിക്കുന്നത് 1 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരിക്കൽ ലഭിതങ്ങൾ ഇത് വിശദീകരിച്ചു. ഒരു സഹാബി ചോദിച്ചു, അള്ളാന്റെ റസൂലെ, നിങ്ങൾ ഖുർആൻ ഓതി നമുക്ക് പറഞ്ഞത് 700 ഇരട്ടി എന്നാണ്, ഇപ്പൊ നിങ്ങൾ പറയുന്നത് 7 ലക്ഷം. ലഭിതങ്ങൾ പറഞ്ഞു, ഒരാൾ നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാന്റെ വഴിയിൽ പുറപ്പെടുന്ന ആൾക്ക് 1 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ 700 ഇരട്ടി കിട്ടും. സ്വന്തമായ ഒരാൾ അള്ളാന്റെ വഴിയിൽ പുറപ്പെട്ട് അള്ളാന്റെ വഴിയിൽ 1 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയുടെ സവാബ് കിട്ടും. എന്ന് മാത്രമല്ല, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 7 ലക്ഷം സുബ്ഹാനല്ലാഹിന്റെ പ്രതിഫലം കിട്ടും. എന്നിട്ട് നബിതങ്ങൾ ഓതി, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് 10 മടങ്ങ് ഇരട്ടിയാക്കി അല്ലാഹു നൽകുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടും. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുന്ന ആൾക്കാര് അവരുടെ വാക്കുകളെ നമ്മൾ വാക്കുകൊണ്ട് നല്ലത് നിലയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ മാത്രം വലുതാണ്. അഹ്നഫ് ബിൻ ഖൈസ് ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്, സഹാബിയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഞാൻ ഹജ്ജിന് വേണ്ടി വന്നു. വിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അഹ്നഫ് ബിൻ ഖൈസ് പറയാണ്, എനിക്ക് ഞങ്ങളെ പരിചയമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബനൂ ലൈത്ത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളുടെ ഗോത്രത്തിലേക്ക് എന്നെ അയച്ച് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഗോത്രക്കാരെ ഒക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഗോത്രത്തിൽ വന്ന് ഞാൻ ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്നിട്ട് പറഞ്ഞ്, ഇന്നക ലതദഊനനാ ഇലാ ഖൈരിൻ വതഅ്മുറു ബിഹി. തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്, നിങ്ങൾ ഞങ്ങളോട് നന്മയാണ് ഉപദേശിക്കുന്നത്. വഇന്നഹു ലയദഉ ഇലൽ ഖൈർ. തീർച്ചയായും മുഹമ്മദ് നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ ഈ വാക്ക് പറഞ്ഞ് ഞാൻ മദീനയിൽ പോയി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ഈ പറഞ്ഞ മറുപടി പറഞ്ഞ്, അള്ളാന്റെ റസൂലെ, നിങ്ങളുടെ ദൗത്യവുമായി ഞാൻ ബനൂ സഅദ് ഗോത്രത്തിൽ പോയി. ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് എന്ന് പറയുന്നയാള് ഞാൻ ഈ ചെയ്ത ദഅവത്തിനെ കുറിച്ച് നല്ലത് എന്ന് പറഞ്ഞു. അദ്ദേഹം ദീനിലേക്ക് വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് ആ സന്ദർഭത്തിൽ ചെയ്ത ഒരു ദുആ,
നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്തയായി അറിയിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി അഹ്നഫ് ബിൻ ഖൈസ്, അല്ലാഹുവേ അഹ്നഫ് ബിൻ ഖൈസിനെ നീ പുറത്തു കൊടുക്കണമേ. എന്റെ ദഅവത്തിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, എന്റെ ദൂതനെ നല്ല നിലയിൽ പ്രതികരണത്തോടുകൂടി മടക്കി അയക്കുകയും ചെയ്തു. എന്റെ ദഅവത്തിനെ കുറിച്ച് നല്ലത് എന്ന് പറയുകയും ചെയ്തു. അഹ്നഫ് ബിൻ ഖൈസ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ധാരാളം സുഹൃത്തുക്കൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്തുക്കളിലല്ല എനിക്ക് പ്രതീക്ഷ, ആ സുഹൃത്തുക്കളുടെ പേരിലല്ല സ്വർഗത്തിൽ കടക്കുമെന്നുള്ള പ്രതീക്ഷ. അല്ലാഹുവിന്റെ റസൂല് എനിക്ക് വേണ്ടി ചെയ്ത ഈ ദുആയാണ് അർജാ ഇൻദി, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി ഒരാൾ എത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് നല്ലത് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, മഗ്ഫിറത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ നബിതങ്ങളുടെ മഗ്ഫിറത്തിന്റെ ദുആ കിട്ടാൻ അർഹരായി തീരണം. നബിതങ്ങൾ മഗ്ഫിറത്തിന്റെ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ വലിഅബ്നാഇൽ അൻസാർ വലിഅബ്നാഇ അബ്നാഇൽ അൻസാർ വലിനിസാഇൽ അൻസാർ വലിജീറാനിൽ അൻസാർ. അല്ലാഹുവേ, അൻസാരികൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാരികളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാരികളുടെ തലമുറകൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാരികളുടെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാരികളുടെ അയൽപക്കക്കാർക്ക് നീ പുറത്തു കൊടുക്കണമേ. അൻസാരി എന്നാ പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ വരുന്ന അൻസാരികൾക്ക് ഈ ദുആ കിട്ടും. കാരണം ഖുർആൻ ശരീഫിൽ അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീകളെയും വിളിച്ചുകൊണ്ട് നിർദ്ദേശിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ്, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളായി തീരുക. മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളായി കഴിഞ്ഞാൽ ഈ ദുആക്ക് നമ്മളും